ചാനൽ ചർച്ചയിലെ വിദ്വേഷ പ്രസ്താവനയിൽ പി.സി. ജോർജിന് യാതൊരു ഇളവും ലഭിച്ചില്ല. നടപടികളിൽ വീഴ്ച വരുത്തിയെങ്കിലും പി.സി. ജോർജിനെ 4 മണിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടാതെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. രാവിലെ വീട്ടിലെത്തി ബി.ജെ.പി. പ്രവർത്തകരുടെ അകമ്പടിയോടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനായിരുന്നു പി.സി. ജോർജിന്റെ നീക്കം. ഇതിനിടയിലാണ് ഈരാറ്റുപേട്ട സി.ഐ. പി.സി. ജോർജിന്റെ വീട്ടിലെത്തുന്നത്. പ്രകടനമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള നീക്കത്തിൽ നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതോടെ പി.സി. ജോർജ് തന്ത്രം മാറ്റിപ്പയറ്റി. അപ്രതീക്ഷിതമായി ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. അത് കണ്ടാൽ മനസ്സിലായില്ലേ, കോടതിയിലോട്ട് തന്നെ ഞാൻ പോകുന്നത്. നിയമം പാലിക്കുന്നവരെയാണ്. പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങി 2 മണിക്കൂറിന് ശേഷമാണ് കേസ് പരിഗണിക്കുന്നത്. 2 ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെങ്കിലും കസ്റ്റഡി അപേക്ഷ അടക്കം ഒരു റിപ്പോർട്ടും പോലീസ് സമർപ്പിച്ചില്ല. പോലീസ് ഒന്നല്ല, ധാരാളം വീഴ്ചകളോട് വീഴ്ചകളാണ് ഈ കേസ് സംഭവിച്ചത്. കസ്റ്റഡി ആപ്ലിക്കേഷൻ പോലും പ്രോപ്പർ അല്ലായിരുന്നു, റിപ്പോർട്ട് പോലും പ്രോപ്പർ അല്ലായിരുന്നു, അതിൽ അറ്റസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പ്രോപ്പറായ റിപ്പോർട്ട് കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും മടക്കിവിടായത്. അപ്പോൾ ഇതൊക്കെ ആർക്ക് വേണ്ടി? ഇത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണെന്ന് തന്നെയാണ് യൂത്ത് ലീഗിന്റെ പരാതി. 2 ദിവസം കസ്റ്റഡി ആവശ്യപ്പെട്ട പോലീസിന് ലഭിച്ചത് 4 മണിക്കൂർ മാത്രമാണ്. ഇതിനൊപ്പം പി.സി. ജോർജ് സമർപ്പിച്ച അപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. അടുത്ത മാസം 10 വരെയാണ് പി.സി. ജോർജിന്റെ റിമാൻഡ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ ജാമ്യാപേക്ഷയിൽ പി.സി. ജോർജിന് തിരിച്ചടിയായി. അറസ്റ്റ് വൈകിപ്പിച്ചതിലും നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയതിലും പോലീസിനെതിരെയും വിമർശനമുയരുന്നുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്ന് ടീം മാതൃഭൂമി ന്യൂസിനൊപ്പം ജെയിനസ് രാജു.